നമ്മുടെ എല്ലാ രക്തത്തിന്റെ നിറം നോക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വണ്ടിന്റെ എഞ്ചിന്റെ ഓയിൽ മാതിരിയാണ്. ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു മെക്കാനിക് ഓയിലിന്റെ കളർ നോക്കിയിട്ട് എഞ്ചിൻ കേടുണ്ടോ, ഓവർ ഹീറ്റ് ആണോ എന്നൊക്കെ പറയാൻ സാധിക്കും. രക്തത്തിന്റെ കളർ നോക്കിയാൽ രക്തത്തിലെ ഓക്സിജന്റെ അളവ്, ശരീരത്തിനകത്ത് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടോ, നമ്മുടെ അവയവങ്ങൾക്കൊക്കെ വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടുന്നുണ്ടോ, ഇനി എന്തെങ്കിലും ശരീരത്തിൽ അപകടത്തിലേക്ക് പോകണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രക്തം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചുവപ്പ് നിറം മാത്രമല്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമുക്ക് ഒരു മുറിവ് പറ്റുന്ന സമയത്തുള്ള ബ്ലഡിന്റെ കളർ, സ്ത്രീകൾക്കാണെങ്കിൽ പീരിയഡ്സിന്റെ ബ്ലഡിന്റെ കളർ, ചിലർക്ക് ഛർദ്ദിക്കുന്ന സമയത്ത് മൂക്കിന്ന് ബ്ലഡ് വരിക, വയറ്റിന്ന് ബ്ലഡ് പോവുക, ഇതിന്റെയൊക്കെ കളർ നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സത്യം പറയുകയാണെങ്കിൽ രക്തത്തിന്റെ കളർ ഒരു ഓന്തിനെ പോലെയാണ്. ചുറ്റുപാടിലെ ആരോഗ്യാവസ്ഥക്കനുസരിച്ചും ഓക്സിജൻ അനുസരിച്ചും ഇത് കളർ മാറിക്കൊണ്ടേയിരിക്കും. ഒന്നാമത്തെ കളർ എന്ന് പറയുന്നത് നല്ല ചുവപ്പ് നിറം, ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ്. ഇത് സാധാരണഗതിയിലെ ശുദ്ധരക്തമാണ്. ഹൃദയത്തിൽ നിന്നും നല്ല പ്രഷറിൽ പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ചുവപ്പ് നിറമായിരിക്കും. നമുക്ക് നല്ലൊരു മുറിവ് പറ്റിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയാൽ പലപ്പോഴും രക്തധമനികൾ മുറിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് നല്ല പ്രഷറിൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുവന്ന നിറമായിരിക്കും. അപകടമാണ്. 5 മിനിറ്റിൽ കൂടുതൽ ഇതുപോലുള്ള ചുവന്ന ബ്ലഡ് ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ BP കുത്തനെ കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതേപോലെ നമുക്ക് വിരലിന് ഒരു ചെറിയ മുറിവ് വന്നു, അവിടുന്ന് ഫ്രഷ് ബ്ലഡ് ചുവന്ന് വരികയാണെങ്കിൽ അതൊരു 5 മിനിറ്റ് പൊത്തി പിടിച്ചാൽ മതി കേട്ടോ, ഓട്ടോമാറ്റിക്കലി നിൽക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് കടുത്ത ചുവപ്പ് നിറത്തിലുള്ള ഡാർക്ക് ആയിട്ടുള്ള ബ്ലഡ്. ഇത് ഓക്സിജൻ കുറഞ്ഞ ബ്ലഡ് അഥവാ ചീത്ത രക്തം എന്ന് നമ്മൾ പറയുന്ന വെയിനുകളിലുള്ള രക്തമാണ്. കോശങ്ങളിലേക്കൊക്കെ ഓക്സിജൻ കൊടുത്തതിന് ശേഷം ഈ വീനസ് ബ്ലഡ് ആണ് ഹൃദയത്തിലേക്ക് വീണ്ടും ശുദ്ധീകരിക്കാനും ഓക്സിജൻ കിട്ടാനും വേണ്ടിയിട്ട് തിരിച്ചു പോകുന്നത്. പലപ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ പോയിട്ട് കൊടുക്കുമ്പോൾ സിറിഞ്ചിൽ എടുക്കുന്ന ബ്ലഡ് ഈ വീനസ് ബ്ലഡ് ആണ്. അത് നല്ല ഡാർക്ക് ചുവപ്പ് കളറായിരിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരൂലേ, അതും വീനസ് ബ്ലഡ് ആയിരിക്കും. കുറച്ച് നേരം പൊക്കി പിടിച്ചാൽ അത് അവിടെ നിൽക്കും. അതല്ലെങ്കിൽ ഷേവ് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ഇത് സംഭവിക്കാം. എന്നാൽ ഇതുപോലുള്ള ഡാർക്ക് റെഡ് രക്തം നമ്മൾ ഛർദ്ദിക്കാന്ന് വിചാരിക്കും. അത് പലപ്പോഴും നമ്മുടെ ആമാശയത്തിൽ നിന്നോ ഈസോഫാഗസ് എന്ന കുഴലിൽ നിന്നോ അൾസർ കാരണമുള്ള ബ്ലഡ് ആവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമുക്ക് വയറ്റുന്നു പോകുന്ന സമയത്തും ഡാർക്ക് റെഡ് ബ്ലഡ് ആണ് പോകുന്നതെങ്കിൽ അത് കുടലിന്റെ അറ്റത്തു നിന്നുള്ള ബ്ലീഡിംഗ് ആവാൻ സാധ്യതയുണ്ട്. ചില ആളുകളുടെ വിരലിന്റെ അറ്റത്തും നഖത്തിലും നാവിലൊക്കെ ഒരു നീല നിറം കാണാറുണ്ട്. ഇത് ഓക്സിജൻ കുറഞ്ഞ സയനോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇത് ജന്മന ഹാർട്ടിന്റെ അസുഖമുള്ളവർക്കും ശ്വാസകോശത്തിന് കാര്യമായ അസുഖമുള്ളവർക്കും ഹാർട്ടിന്റെ പമ്പിംഗ് വളരെയധികം കുറഞ്ഞവർക്കും കാണാറുണ്ട്. ഇനി മൂന്നാമതായിട്ട് ചില ആളുകളുടെ ബ്ലഡ് ഭയങ്കര കറുത്തിട്ടായിരിക്കും, ഒന്നുകിൽ ബ്രൗൺ കളറായിരിക്കും അല്ലെങ്കിൽ ശരിക്കും ബ്ലാക്ക് കളറായിരിക്കും. ഇത് എന്തുകൊണ്ടാണ്? രക്തത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അല്ലെങ്കിൽ ഓക്സിഡൈസേഷൻ നടന്നിട്ട് സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ആപ്പിളൊക്കെ മുറിച്ച് ഒരു 10-20 മിനിറ്റ് പുറത്തു വെച്ചാൽ ആപ്പിൾ കറുത്ത നിറാവും. ഇതേ അവസ്ഥയാണ് ബ്ലഡിനും സംഭവിക്കുന്നത്. രക്തം കറുത്ത നിറത്തിലായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം രക്തം ശരീരത്തിനകത്ത് എവിടെയോ കുറെ ദിവസങ്ങൾ കെട്ടിക്കടന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില സ്ത്രീകൾക്ക് പീരിയഡ്സിന്റെ സമയത്ത് കറുത്ത രക്തം പുറത്തേക്ക് വരും. അതിനർത്ഥം അവരുടെ യൂട്രസിനകത്ത് ബ്ലീഡിംഗ് നടന്നതിന് ശേഷം അത് കുറച്ച് ദിവസം അവിടെ കെട്ടിക്കടന്നിരുന്നു എന്നുള്ളതാണ്. ഇതേ അവസ്ഥ രക്തം വയറ്റിൽ കെട്ടിക്കടന്നാലും വരാം. ചിലർക്ക് കാപ്പി കളറിലുള്ള ഛർദി ഉണ്ടാവും, അത് കെട്ടിക്കടന്ന രക്തം ഛർദ്ദിച്ച് കളയാണ്. മറ്റു ചിലർക്ക് ടാർ പോലെ കറുത്തിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വയറ്റുന്നു പോകും. അത് കുടലിന്റെ മുകൾ ഭാഗത്ത് എവിടെയോ കാര്യമായിട്ട് ബ്ലീഡിംഗ് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അയൺ സപ്ലിമെന്റ് കഴിച്ചാലും വയറ്റുന്നു പോകുന്നതിന് നല്ല കറുപ്പ് നിറം ഉണ്ടാവും. പക്ഷേ കുടലിൽ ബ്ലീഡിംഗ് കാരണം വരുന്ന കറുപ്പ് നിറത്തിന് വല്ലാത്തൊരു സ്മെൽ ഉണ്ടാവും. ഇതിലൂടെ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും.